ഹായ് ആൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറി ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് വേണം. സ്പൈസസ് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ചൂടാക്കിയ സ്പൈസസ് നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി സെയിം പാനിൽ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ആൻഡ് ഗാർലിക്, വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 4-5 എണ്ണം വേണ്ടി വരും. കാരണം നമ്മളിതിൽ മുളക് പൊടി സാധാരണ കറിയിൽ ചേർക്കുന്ന അത്രയും ചേർക്കുന്നില്ല. അതുകൊണ്ട് 4-5 പച്ചമുളക് വേണ്ടി വരും. അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരക്കഷ്ണം ഉള്ളി, മീഡിയം സൈസ്ഡ് ഉള്ളിയാണ് അരക്കഷ്ണം എടുത്തത്. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ഒരു ഉള്ളി തന്നെ ചേർക്കാം കേട്ടോ. ഇനി അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 400 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ചു വെച്ച മസാല അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് വരെ 2/2 പാൽ. ഇനി നിങ്ങൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കട്ടി കുറച്ചിട്ട് തേങ്ങാപ്പാലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാനുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിം അത്രയും വെച്ച് കഴിയുമ്പം കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 പാൽ ചേർക്കേണ്ട സമയമായി. നമ്മൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ 1/2 പാൽ അതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. കറി തിളച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറിയുടെ കളർ നോർമൽ ചിക്കൻ കറി പോലെ കുറച്ച് റെഡിഷ് കളർ, ചുമന്നിരിക്കത്തൊന്നുമില്ല. ഒരു ഓറഞ്ച് കളറൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ കറിക്ക് ആവശ്യമായ എരിവൊക്കെ ഉണ്ടാവും. ഇനി കറിയിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട് കറിയിൽ. ഇത് കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് തരിക. ഇത് ഒഴിവാക്കരുത് കേട്ടോ. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ചേർത്ത് കഴിയുമ്പം ചിക്കൻ കറിക്ക് നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പം ഇങ്ങനെയാട്ടോ കറി ഉണ്ടാവുക. നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും. ഇത് പത്തിലിൻ്റെ കൂടെയാണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.